ഞാൻ നൈക്കയിൽ നിന്ന് കുറേ ഓർഡർ ചെയ്തുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് തന്നതാണ് അവർ കേട്ടോ. അതാണ് ഇത്. ലാക്മിയുടെ 925 എന്ന് പറയുന്ന സൺസ്ക്രീനാണ്. SPF 50 PA+++ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നമുക്ക് ഉപയോഗിച്ച് നോക്കാം. എന്നിട്ട് പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ റീപർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് ഈ കോംപ്ലിമെൻ്ററി ഗിഫ്റ്റായിട്ട് അവർ തരുന്നത്. അപ്പോൾ അതൊരു സാമ്പിളാണ്, നമുക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ മേടിക്കാം. നെക്സ്റ്റ് ഐറ്റം വരുന്നത് അപ്പോഴേക്കിതാ അമ്പുടി എഴുന്നേറ്റ് ഉറങ്ങായിരുന്നു. അപ്പോൾ അടുത്തത് ഇതാ നമ്മുടെ മാർസിൻ്റെ കാൻഡിലീഷ്യസ് എന്ന് പറയുന്ന ലിപ് ഗ്ലോസ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കാരമൽ ക്രഞ്ച് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുമോ, ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. ഇത് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അങ്ങനെയായിരിക്കും ഭംഗി ഉണ്ടാവുക. പിന്നെ ഇതങ്ങനെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഇത് നമ്മളൊരു ലിപ് ബാമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനേ ഇത് പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ലിപ് ഗ്ലോ ആണ് കേട്ടോ. ലിപ്പ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും, കണ്ട നല്ല ഗ്ലോ അല്ലേ, അതാണ്. പിന്നെ എന്താ വെച്ചാൽ നല്ല മോയ്സ്ചറായിട്ടിരിക്കും കേട്ടോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു സംഭവം കൂടി ഉണ്ട്. കാരണം ഇത്രയും പർച്ചേസ് ചെയ്തപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി ഗിഫ്റ്റും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണത് കേട്ടോ. വാവ്, നല്ല പാക്കേജിങ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള കളറ് ഇങ്ങനെ കാണുമ്പോൾ. പക്ഷേ ഈ കളറാണോ ലിപ്സ്റ്റിക്ക് എന്നറിയില്ല, അതാവുമ്പോൾ നന്നാവില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത് നമുക്ക് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതാണ് ഷെയ്ഡ് വരുന്നത്. പുറത്തും അതേ കളർ, ഉള്ളിലും അതേ. ഒരു പിങ്ക്, ഡാർക്ക് പിങ്കാണ് ഷെയ്ഡ് വരുന്നത്. ഡാർക്ക് പിങ്ക് നൈക്കയുടെ തന്നെ പ്രൊഡക്റ്റാണ്. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. പിങ്കാണ് ഷെയ്ഡ് വരുന്നത്. കുറച്ചിട്ടപ്പോൾ കാണാൻ തെറ്റില്ല, ഭംഗിയുണ്ട്. ഇനി കുറച്ചുകൂടി കൂടുതലിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടു നോക്കും. നല്ല ഫെയർ ആയിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഷെയ്ഡ് ഓക്കെ ആയിരിക്കും. എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് കോംപ്ലിമെൻ്ററി. ഓക്കെ, ബൈ.